അപ്പൊ ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ പോണ്ടി ബസാറ് കേട്ടോ. അപ്പൊ നമ്മളെ ബാക്കിൽ കാണുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഏതായാലും ഇവിടെ എത്തിയപ്പോൾ തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചായക്ക് ഇവിടുത്തെ സാധാരണ എല്ലാ കടയിലും പോലെ 10 രൂപ തന്നെയാണ്. പക്ഷേ ചായ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി ചായ ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇഞ്ചി ചായ. അപ്പോൾ കുടിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വയറിനൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു കംപ്ലൈൻറ്റൊക്കെ വരും കേട്ടോ. ഞാൻ പിന്നെ ഇഞ്ചി ചായ ഒന്നും കുടിക്കാത്ത ആളായതുകൊണ്ട് ഇന്നത് വലിയ വിഷയാക്കാരം. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നടന്നപ്പോൾ ഫസ്റ്റ് ഒന്നും കടകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ തെരുവിൽ കച്ചവടക്കാരൊന്നുമില്ല. കുറച്ചങ്ങോട്ട് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ പാദസരങ്ങൾ, മാല ഇതൊക്കെ വിൽക്കുന്ന ചെറിയ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലത്തെ കടകളാട്ടോ. ഇപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ ഇത് അല്ലൂസിന് നമ്മളൊരു തൊപ്പി മേടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാട്ടോ. പക്ഷേ റേറ്റൊക്കെ അത്യാവശ്യം ഓവറാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഇവിടെ പറ്റില്ല. കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മിടിക്ക് അവരോട് വില ചോദിച്ചപ്പോൾ അവർ 450 രൂപ മിടിക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ കാണാം. അല്ലൂസിനൊരു തൊപ്പി മേടിച്ചു 100 രൂപ കേട്ടോ. അതെന്നെ വില പേശിയിട്ടാണ് അവർ കിട്ടിയത് കേട്ടോ. വീഡിയോകളൊക്കെ നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റും. വീടുകൾ കൂടിയൊക്കെ ഇട്ട് നടക്കാനൊക്കെ പറ്റുന്ന പേഴ്സാണ് കേട്ടോ അധികം കൂടുതലായിട്ടുള്ളത്. അങ്ങനെ അല്ലൂസ് തൊപ്പിട്ടിട്ട് നടക്കണണ്ട. ഒരു തൊപ്പി മേടിച്ചു. പക്ഷെ അല്ലൂസിന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് കേട്ടോ തൊപ്പിയൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അല്ലൂസിൻ്റെ ഒരു തൊപ്പിയൊക്കെ മേടിച്ചിട്ട് യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പൂക്കടകളുണ്ട്. അതുപോലെ കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ കടകളാട്ടോ. അതായത് നമ്മളെ ഡ്രസ് മെറ്റീരിയൽസ് അതുപോലത്തെ ഒരു സംഭവങ്ങളാട്ടോ കൂടുതലും. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് കണ്ടൊരു സംഭവം ഈ കാണുന്ന സംഭവം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സിന്ദൂരൊക്കെ ഇട്ട് വെക്കില്ലേ, കല്യാണം കഴിഞ്ഞ ആളുകൾ സിന്ദൂരം യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അത് വിട്ട് വെക്കുന്ന നല്ല ഭംഗിയുള്ള ഡപ്പകളാട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഇതേ സെയിം കട തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഇത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ കട കാണുന്നുണ്ട്. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കട അവിടെയും കാണാം. ഇതേപോലത്തെ കടകൾ. ഇത് കണ്ടോ, കുട്ടികളെ ടോയ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് വെച്ചാൽ നമ്മൾ സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാണ് കേട്ടോ. ഉള്ളിലോട്ടൊരു ബിൽഡിങ്ങിൽ കയറിയിട്ടാണ് ഇത്രയും ഷോപ്പുകൾ കേട്ടോ. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ 10ഉം 20ഉം കടകളുണ്ട് കേട്ടോ. വെറൈറ്റി കടകളുണ്ട്, അതുപോലെ ടോയ്സിൻ്റെ കടകൾ, എല്ലാ ഇതും ഉണ്ട്. എല്ലാ മെറ്റീരിയൽസും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ മലയാളികൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവിടുത്തെ നാട്ടുകാരല്ലെങ്കിൽ ഇവർ നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ നമ്മളൊക്കെ മലയാളത്തിൽ റേറ്റ് ചോദിച്ചാൽ അവർ കൂട്ടി പറയും. എവിടെ പോയാലും അല്ലു കണ്ടോ. അല്ലൊരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കുന്ന പറയണേ. അതാ അടുത്തത് നിൽക്ക മുന്നിൽ. ഇത് വേണോ? ഏത് വേണ്ടേ? കമ്മി சொல்லுங்க. അത് ഗേൾസിന്റെ മുത്തേ, അത് ഗേൾസിന്റെ കണ്ടോ. അത് പെൺകുട്ടികളാണ് അതിന്റെ പിക്ചർ. ആൺകുട്ടികളുടെ എടുക്ക്. അത് ഇതെടുത്തതാ. ഈ റോസ് ആൺകുട്ടികളതാണ്. ഇതാ തട്ടിടണ്ട.
അങ്ങനെ നമ്മൾ അല്ലൂസിന് ടോയുടെ വില ചോദിച്ചപ്പോൾ ഒരു 1100 രൂപ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളത് മേടിച്ചില്ല. കാരണം ചെറിയ ചെറിയ സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ട് പറയും, എന്താ വലിയ സാധനങ്ങളൊക്കെ വില കുറച്ചിട്ടും പറയും. എന്ത് സംഭവം എന്തിനു അപേക്ഷിച്ച് അവർ വില പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് മേടിക്കാതെ പോകുന്നു, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലൂസിനെ സമാധാനിച്ച് പോന്നു കേട്ടോ. ഇത് സെയിം കടകളാണ്, ഒരുപോലത്തെ കുറേ കടകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. പുറത്തേക്ക് ഇത് ഇറങ്ങണമല്ലോ, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്താ കുറച്ചുകൂടിയൊക്കെ നടന്നു നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഫാൻസി ഐറ്റംസ്, അതുപോലെ ഇതായി ഇപ്പോൾ കാണുന്ന പോലെ കമ്മലുകൾ, ജിമിക്കുകളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി മോഡൽ ജിമിക്കുകളുണ്ട്. അതുപോലെ നമ്മളെ ഡ്രസ് മെറ്റീരിയൽസ്, അതുപോലെ ടോപ്പാണെങ്കിലും പാൻ്റാണെങ്കിലും അങ്ങനത്തെയൊക്കെ ചുരിദാറാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെറൈറ്റിയാണ്. നമ്മൾ വില പേശി കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്ക് കിട്ടും, ചീപ്പായിട്ട് കിട്ടും. ആളുകൾ കടന്നുറങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. Thank you. ഈ കാണുന്നതൊക്കെ ഈ സ്ട്രീറ്റ് സോങ് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സ്ട്രീറ്റ് സോങ് ഉണ്ടാവും. അതാണ് ഈ ഒരു ബസാറിൻ്റെ, പോണ്ടി ബസാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. ഈ എന്താ സോങ്, അതുപോലെ ലൈറ്റ്, ഒരു എന്താ സിംഗപ്പൂര്, അതായത് ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് സിംഗപ്പൂര് പോലെയുള്ള ഒരു സ്ട്രീറ്റാണെന്നാണ് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്. നൈറ്റ് വ്യൂ ആണ് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത്, ലൈറ്റും കാര്യങ്ങളും. അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മ്യൂസിക് ആണെങ്കിലും ഒക്കെ കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത.
കൂടുതൽ ഷോപ്പ് എന്ന് പറയുന്നത് ജ്വല്ലറി ഐറ്റംസും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും കേട്ടോ. ഞാൻ കൂടുതലായിട്ടും കണ്ടത് അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളും. ഇവിടെ പ്രത്യേകതയായിട്ട് കണ്ടത് ഈ ഒരു ഇതൊക്കെ സംഭവം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു ഇത്. കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെയാണ് ഡ്രസ്സും അതുപോലെ ഫാൻസി ഐറ്റംസും ടോയ്സും കേട്ടോ. ജസ്റ്റ് നമ്മളൊരു കടൻ്റെ ഉള്ളിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു മാളിൻ്റെ ഉള്ളിൽ കയറി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ ഷൂ കാര്യങ്ങൾ, അതുപോലെ മൊബൈൽ ആക്സസറീസ്, അതുപോലെ വീട്ടിലേക്ക് വേണ്ട സംഭവങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലാട്ടോ. റേറ്റ് നമ്മൾ ചോദിച്ചാൽ, ഞാൻ ജസ്റ്റ് അല്ലൂസിൻ്റെ ഡ്രസ്സിന് ഞാനൊന്ന് വില ചോദിച്ച് നോക്കട്ടെ, ഒരു കടയിൽ കയറിയിട്ട് നോക്കട്ടെ കേട്ടോ. നോക്കിയാൽ ചോദിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. വില കൂടുതലാണ്, അതാണ് സംഭവം. ചെറിയൊരു ട്രൗസറിനും കാര്യത്തിനും തന്നെ അവർ വില ചോദിച്ച വില കൂട്ടിയിട്ടാണ് പറഞ്ഞത്. എത്ര? 700 रुपया റേറ്റ് ഓവർ. लास्ट वाला சொல்லுங்க. ദയ്യൊരു ഡ്രസ്സിന് കേട്ടോ 500 രൂപ ഒരു സെറ്റിന് പറയുന്നുണ്ട്. ഭയങ്കര റേറ്റാണ്. കമ്പനി ഐറ്റംസ് ഒന്നല്ല. അപ്പോൾ സ്ട്രീറ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ നടക്കണം കേട്ടോ. അങ്ങ് ദൂരത്തുനിന്ന് ഈ എൻഡ് വരെ നമ്മൾ നടക്കണം. നമ്മൾ വണ്ടിയിൽ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. പോലീസിൽ കണ്ടു കഴിഞ്ഞാൽ ട്രാഫിക് പ്രശ്നം കൊണ്ട് അവർ വണ്ടി പിടിച്ചെടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് അങ്ങ് നമ്മൾ തുടങ്ങി അവിടെ നിന്ന് തൊട്ടിട്ട് ലാസ്റ്റ് വരെ നമ്മൾ നടക്കണം. നടന്നിട്ട് കാണാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നൈ വ്ളോഗ് ഇവിടെ എൻഡാണ് കേട്ടോ. ഇവിടെ നിർത്തുകയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടിയൊക്കെ ഡെവലപ്പായിട്ട് നമ്മൾ ചെന്നൈക്ക് ഒന്നും കൂടെ നമ്മൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിപ്പിടിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ടാറ്റാ.